നഷ്ടമായത് വിഷമത്തിലാണോ? വെപ്പുപല്ലുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമോ എന്ന് ആശങ്കയുണ്ട്. ഊരിയെടുക്കാൻ പറ്റുന്ന പല്ലുകളുടെ എല്ലാ കാര്യങ്ങളെ പറ്റി ഞാൻ ഇന്ന് ഈ വീഡിയോ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പുഞ്ചിരിയും ആത്മവിശ്വാസവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചിലവ് കുറഞ്ഞ ഊരിമാറ്റാൻ സാധിക്കുന്ന പല്ലുകളെ പറ്റിയാണ്. എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വെപ്പുപല്ലുകൾ എങ്ങനെയാണ് വായിൽ ഇരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ട് രീതിയിലാണ് കൃത്രിമ പല്ലുകൾ ഉള്ളത്. ഉറപ്പിച്ചു വെക്കുന്ന രീതിയും ഊരിമാറ്റാവുന്ന രീതിയുമാണ്. ഉറപ്പിച്ചു വെക്കുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള രണ്ട് പല്ലിനെ രാഗി ചെറുതാക്കി അതിൽ ക്യാപ്പ് ഇടുന്ന രീതിയാണ് ക്രൗൺസ് ആൻഡ് ബ്രിഡ്ജസ് എന്നാണ് പറയുന്നത്. ഇംപ്ലാന്റ്സ് എന്നത് സ്ക്രൂ എല്ലിൽ ഘടിപ്പിച്ചതിന് ശേഷം അതിന്റെ പുറത്ത് പല്ല് വരുന്ന രീതിയുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉറപ്പിച്ചു വെക്കുന്ന രീതിയെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഊരിമാറ്റാവുന്ന രീതിയെ പറ്റി വിശദമായി മനസ്സിലാക്കാം. വെപ്പുപല്ലുകൾ പല രീതിയിലുണ്ട്. പാർഷ്യൽ ഡെഞ്ചസ് അഥവാ കുറച്ച് പല്ല് റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, കംപ്ലീറ്റ് ഡെഞ്ചസ് അഥവാ മുഴുവൻ പല്ലുകളും റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്താണ് ഊരിമാറ്റാൻ പറ്റുന്ന പല്ല് സെറ്റുകൾ? പല്ല് സെറ്റുകൾ ഒരു പ്ലേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വായിലിരിക്കുന്നത്. എയർ സെക്ഷനിലാണ് ഇത് വായ ഉറപ്പിച്ചിരിക്കുന്നത്. എയർ സെക്ഷൻ പോകുമ്പോൾ പല്ല് സെറ്റ് ഊരി വരാം. കുറച്ച് പല്ലുകൾ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലേറ്റും ഒരു ഹൂക്ക് പോലെ ഒരു കമ്പിയും ഉണ്ട്. കമ്പി തൊട്ടടുത്തുള്ള പല്ലിന്റെ സപ്പോർട്ടാണ് എടുക്കുന്നത്. എന്നാൽ സപ്പോർട്ട് എടുത്ത പല്ല് ചിലപ്പോൾ ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. എന്നാൽ മുഴുവൻ പല്ല് റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ ഒരു പ്ലേറ്റ് മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു പിങ്ക് നിറത്തിൽ കാണാറുണ്ടല്ലോ, അതാണ് പ്ലേറ്റ് എന്നുള്ളത്. അത് അക്രിലിക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇപ്പൊ ഫ്ലെക്സിബിൾ ഡെഞ്ചസ് അവൈലബിൾ ആണ്. ഇതിൽ മെറ്റൽ ക്ലാസ്പ് അല്ല, മോണയുടെ നിറത്തിലുള്ള ഹൂക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തിൻ പ്ലേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, കാണാനും കുറച്ച് ഭംഗി കൂടുതലാണ്. ഇനി കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചസിലേക്ക് നോക്കാം. ഇവ മെറ്റൽ പ്ലേറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വെക്കുന്നത്. സാധാരണ അക്രിലിക് സെറ്റുകൾ പ്ലേറ്റ് കുറച്ച് തിക്കായിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഫീൽ നമുക്ക് വലുതായിട്ട് തോന്നാറില്ല. ഇവിടെ എന്നാൽ ഫുഡ് കഴിക്കുമ്പോൾ നന്നായി ഫീൽ തോന്നാം. ഇനി അടുത്തത് ഇമ്മീഡിയറ്റ് ഡെഞ്ചസ് ആണ്. ചില സാഹചര്യങ്ങളിൽ പല്ലെടുത്ത ഉടൻ തന്നെ ചില പേഷ്യൻസിന് വെക്കണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ വെക്കും. എന്നാൽ ഇത് വെക്കണമെങ്കിൽ പല്ലെടുക്കുന്നതിന് മുൻപേ തന്നെ ഡെന്റിസ്റ്റിനെ അറിയിക്കണം. അപ്പൊ പല്ലെടുക്കുന്നതിന് മുമ്പ് ഒരു അളവെടുക്കും. അതിനുശേഷം ഒരു ടെമ്പററി സെറ്റ് പല്ല് ഉണ്ടാക്കിയതിനു ശേഷം പല്ല് എടുത്ത ഉടൻ തന്നെ വെക്കുന്നതാണ് ഇമ്മീഡിയറ്റ് ഡെഞ്ചസ്. മോണയെല്ലാം ഉണങ്ങിയതിനു ശേഷം പെർമനന്റ് ആയിട്ട് പല്ല് വെക്കാം. ഇത് ഇടയ്ക്ക് റീലൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ഓവർ ഡെഞ്ചസ് ആണ്. ഇതിനെ ടൂത്ത് സപ്പോർട്ടഡ് ഓവർ ഡെഞ്ചസ് എന്നാണ് പറയുന്നത്. രണ്ട് പല്ലെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ പുറത്തൊരു ഫുൾ സെറ്റ് പല്ല് വരുന്ന രീതിയിലാണ് ഓവർ ഡെഞ്ചസ്. അടുത്തത് ക്വിസിൽ ഡെഞ്ചസ് എന്ന് പറയും. ഒരു അണപ്പല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പല്ല് സെറ്റ് വെക്കാം. ഈ അണപ്പല്ലിന്റെ സപ്പോർട്ടോട് കൂടി വെക്കുന്നതാണ് ക്വിസിൽ ഡെഞ്ചസ്. ഇനി ഫുൾ സെറ്റ് പല്ല് പോകുന്നവർക്ക് ഉള്ളതാണ് കംപ്ലീറ്റ് ഡെഞ്ചസ്. ഇതിന് സാധാരണ 5 അപ്പോയിന്റ്മെന്റ്സ് എടുക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഒരു അളവെടുക്കും. അതിന് നമ്മൾ പ്രൈമറി ഇംപ്രഷൻ എന്ന് പറയും. ഈ അളവ് വെച്ചൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു ട്രേ ഉണ്ടാക്കും. ഈ ട്രേ ഉപയോഗിച്ച് ഒരു അളവ് കൂടി എടുക്കും. അതിന് നമ്മൾ സെക്കൻഡറി ഇംപ്രഷൻ എന്ന് പറയും. ഇതിൽ നമ്മൾ ഒരു മോഡലും കൂടെ ഉണ്ടാക്കി അതിൽ ഡെഞ്ചർ ബേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് വാക്സ് വെച്ച് പേഷ്യന്റിനെ കടിപ്പിക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഈ കടി അനുസരിച്ച് പല്ലിനെ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്തിട്ട് പേഷ്യന്റ് നമ്മൾ വായിൽ വെച്ച് നോക്കും. ഇതിന് നമ്മൾ ട്രൈയിങ് സ്റ്റെപ്പ് എന്ന് പറയും. ഈ സ്റ്റെപ്പിൽ കൂടെ ഒരു റിലേറ്റീവിനെ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. കാരണം മുമ്പ് പല്ല് കണ്ടിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ അറിയാൻ സാധിക്കും മുമ്പത്തെ പല്ല് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ പല്ല് കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ഡെന്റിസ്റ്റുമായിട്ട് ചർച്ച ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാൻ സാധിക്കും. ഇതിനുശേഷം ലാബിൽ അയച്ച് ഈ വാക്സ് ഇരുന്നതിനെ മാറ്റി അക്രിലിക് മെറ്റീരിയൽ ഉപയോഗിച്ച് ഡെഞ്ചേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അക്രലൈസേഷൻ എന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ പേഷ്യന്റിനെ ഇൻസേർട്ട് ചെയ്ത് നോക്കും. വായിൽ വെച്ച് നോക്കി കടിയൊക്കെ എല്ലാം ഓക്കെ ആക്കിയിട്ട് പേഷ്യന്റിനെ വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഡെഞ്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? രാത്രി ഊരി മാറ്റി വെള്ളത്തിലിട്ട് വെക്കണം. അക്രിലിക് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് വായിൽ വെക്കുമ്പോൾ അത് ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്ത് വെക്കാതെ വെള്ളത്തിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ഒരു കാരണവശാലും ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കരുത്. രാത്രിയിൽ വെച്ചുകൊണ്ട്
ഉറങ്ങരുത്. കണ്ടിന്യൂസ് ആയിട്ട് വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡേഞ്ചർ സ്റ്റൊമറ്റൈറ്റിസ്, എപ്പിളിസ് ഫിഷറേറ്റം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ രാത്രി ഊരി വെക്കുമ്പോൾ മൂളയ്ക്ക് നന്നായിട്ട് രക്തഓട്ടം ലഭിക്കും. ഇനി പല്ല് സെറ്റ് വെച്ച ഉടൻ തന്നെ എല്ലാ ആഹാരവും കഴിക്കാൻ സാധിക്കുമെന്ന് കരുതരുത്. പുതിയൊരു വസ്തു വായിൽ വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. സോഫ്റ്റ് ഡയറ്റ് ആദ്യത്തെ ദിവസങ്ങളിൽ ഉപയോഗിക്കുക. ഫ്രണ്ട് പല്ല് ഉപയോഗിച്ച് കഴിക്കരുത്. അത് ചിലപ്പോൾ ഡെഞ്ചേഴ്സ് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 അണ വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വാ നന്നായിട്ട് തുറക്കുമ്പോൾ ഊരി പോവുകയാണെങ്കിൽ ഡെന്റിസ്റ്റിനെ ഉടൻ തന്നെ കാണിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ പല്ല് സെറ്റ് ചുണ്ടിലോ നാവിലോ എവിടെയെങ്കിലും കയറി കൊള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ട് ആ ഭാഗം രാഗി ശരിയാക്കേണ്ടതാണ്. അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കയറിക്കൊണ്ടാൽ അവിടെ ചിലപ്പോൾ അൾസർ വരാം. അത് ചിലപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആഹാരം കഴിക്കുമ്പോൾ പല്ല് സെറ്റ് വെച്ച് തന്നെ കഴിച്ച് ശീലിക്കുക. കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ട് അത് ശരിയാക്കേണ്ടതാണ്. നമ്മുടെ വായ വൃത്തിയാക്കുന്നത് പോലെ തന്നെ രാവിലെയും രാത്രിയും ഡെഞ്ചേഴ്സും ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുക. കൂടാതെ ആഹാരം കഴിച്ച ഉടൻ തന്നെ ഡെഞ്ചേഴ്സ് ഊരിയെടുത്ത് നന്നായി വാഷ് ചെയ്ത് തിരികെ വെക്കുക. വാഷ് ചെയ്യുമ്പോൾ താഴെ വീണു പോകാതെ ശ്രദ്ധിക്കണം. താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാം. സോപ്പോ ചൂടുവെള്ളമോ ഉപയോഗിക്കരുത്. ബ്രഷും പേസ്റ്റും ഉപയോഗിക്കാം. ഇപ്പോൾ ഡെഞ്ചർ ക്ലെൻസർ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ഒരു ബൗളിൽ ഒരു ടാബ്ലറ്റ് ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഡെഞ്ചേഴ്സ് ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് എടുക്കുക. 5 മുതൽ 10 വർഷം കഴിയുമ്പോൾ ഡെഞ്ചേഴ്സ് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ പൂപ്പൽ ബാധ പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം. എന്തെങ്കിലും വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിയിട്ടേ ഡെഞ്ചേഴ്സ് ഉപയോഗിക്കാവൂ. ഓരോ വർഷവും ഡെന്റിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ എല്ല് തീരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെഞ്ചർ അഡ്ഹസീവ്സ് ഉപയോഗിക്കാം. അത് ചിലപ്പോൾ ഡെന്റിസ്റ്റ് നിർദ്ദേശിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഡെഞ്ചേഴ്സ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ? ചവച്ചു തിന്നുന്നതിനുള്ള ശേഷി പുനഃസ്ഥാപിക്കുന്നു, സംസാരക്ഷമത വർദ്ധിപ്പിക്കുന്നു, മുഖത്തിന്റെ രൂപഭംഗി തന്നെ മെച്ചപ്പെടുത്തുന്നു. ഉറപ്പിക്കുന്ന പല്ലുകളെ അപേക്ഷിച്ച് ഇതിന് ചിലവ് വളരെ കുറവാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഊരിയെടുക്കാനും തിരികെ വയ്ക്കാനും അതിനെ പരിപാലിക്കാനും സാധിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ പരിമിതികൾ? ദീർഘകാല ദൃഢത കുറവാണ്. കാലക്രമേണ ഇതിന് മാറ്റം ആവശ്യമാണ്. പല്ലിന്റെ സ്ഥിരത കുറവായിരിക്കാം. ദിവസേനയുള്ള പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. ആരോഗ്യകരമായും സൗന്ദര്യപരമായും രോഗികൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള മികച്ച ഒരു പരിഹാരമാണ് റിമൂവബിൾ ഡെഞ്ചേഴ്സ്. ശരിയായ പരിപാലനവും ഇടവിട്ടുള്ള ഡെന്റൽ പരിശോധനയും ഇവയുടെ ദീർഘകാല ഉപയോഗം ഉറപ്പാക്കും. ഡെന്റിസ്റ്റിനോടൊപ്പം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെഞ്ചറുകൾ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെയുള്ള ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി കമന്റ് ഇടാം. ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി സംശയമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.